റിപ്പോർട്ടറിന്റെ ബിഗ് എക്സ്ക്ലൂസീവ് ബ്രേക്കിംഗിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ അറിയാൻ റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. പോലീസിലെ ചില ഉന്നതർ ബലാത്സംഗം ചെയ്തതായി പൊന്നാനി സ്വദേശിനിയുടെ വെളിപ്പെടുത്തൽ. മലപ്പുറം മുൻ SP സുജിത് ദാസ്, തിരൂർ DYSP VV ബെന്നി, പൊന്നാനി മുൻ CI വിനോദ് എന്നിവർ പീഡിപ്പിച്ചതായി പരാതിക്കാരി വെളിപ്പെടുത്തുന്നു. 2022 മലപ്പുറത്താണ് ഈ കൊടും ക്രൂരത നടന്നത്. വിവരം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി അതിജീവിത റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തുകയാണ്. ബിഗ് ബ്രേക്കിംഗ്. നമുക്ക് കേൾക്കാം ആ പരാതിക്കാരിക്ക് അതിജീവിതയ്ക്ക് പറയാനുള്ളത് എന്താണെന്ന്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ സ്വയം ബോധ്യത്തിൽ പറയുന്നതാണല്ലോ. സ്വയം ഇഷ്ടത്തിന് പറയണത്. നാളെ ഇത് മാറ്റി പറയുകയൊന്നും ചെയ്യില്ല. ഇല്ല പറയൂല. പറയാൻ പോകുന്നത് എന്താ? നിങ്ങൾ അനുഭവിച്ചാണോ? ഞാൻ അനുഭവിച്ച വേദന. എന്താ ഉണ്ടായതെന്നൊന്ന് പറയോ? അത് ഞാൻ ഇവിടെ വിനോദ് സാറുണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ അടുത്ത് പരാതിയിട്ട് പോയി എൻ്റെ വീടിൻ്റെ അവകാശത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ സാറ് പറഞ്ഞാലും കേട്ടിട്ട് എന്നോട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് ഇട്ടി നിൽക്കണൊരു പെണ്ണ്. ഞങ്ങൾ രണ്ടാൾ തിണ്ണമ്മ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു 9:30 മണി സമയം ഡോറ് വന്ന് മുട്ടി. ഞാൻ കഥ തുറന്നപ്പോൾ ഇയാൾ ഇതാരെ തത്താന്ന് വെച്ച്. പിന്നെ അമ്മ CI ആണെന്ന് പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെ തിണ്ണമ്മിരുന്ന് ഞങ്ങളടുത്ത് തിണ്ണമ്മിരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ അതിന് എന്നോട് അറിയിച്ച് ഇങ്ങോട്ട് വായ റൂമിലേക്ക് ഒരു കാര്യം പറയാനുണ്ടാകും വെച്ചാൽ എന്ത് കാര്യം അത് ഇവളെ അറിയാൻ പറ്റില്ല, ഇവിടെ നിൽക്കുന്ന പെണ്ണല്ലേ, സീക്രട്ടായിട്ട് കാര്യം പറയാനാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ച ശരി തന്നെ വെച്ച് ഞാൻ പോയപ്പോൾ എന്നോട് കഥ അടക്കാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ കഥ അടക്കണമെന്ന് വെച്ച്. അപ്പോൾ എന്നെ കഥ അടക്ക്. അപ്പോൾ ഞാൻ അടച്ച്. അപ്പോൾ അടച്ചിട്ട് അവർ ബലമായിട്ട് എൻ്റെ പിടിച്ച് ഞാൻ എൻ്റെ കാര്യം ശരിയാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കാര്യം ശരിയാക്കുമെന്ന് വെച്ചിട്ട് ഞാൻ ഒന്നും മിണ്ടാണ്ട് ഇവർക്ക് വാങ്ങിക്കൊടുത്ത്. അതുകൊണ്ട് ഇതൊക്കെ അതിനെൻ്റെ ശൈൽ പോകാൻ നേരത്ത് നസീമ ചോദിച്ച് എന്താണ് നിങ്ങളുടെ ഡോറ് വന്ന് കുട്ടികൾ വന്ന് മുട്ടിയിട്ട് ഇങ്ങനെ തുറന്നു കൊടുക്കാത്ത? എനിക്കെല്ലാം മനസ്സിലായി, ഞാൻ 2 കുട്ടീൻ്റെ ഉമ്മല്ല എന്ന് അവൾ പറഞ്ഞെടുത്തപ്പോൾ ഞാൻ സാറില്ല അത് ഞങ്ങൾ വേറെ സംസാരിച്ചെന്ന് പറയണം. പിന്നെ അയാൾ നിന്നില്ല, വേഗം പോയി വണ്ടി എടുത്ത് പോയി. പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി ഒരു പരാതിയുമില്ല, ഒന്നും ഇതിനെ പറ്റിയിട്ട് അവർ നിയമമായിട്ട് ഒന്നും ഇതാക്കണില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒന്നും കൂടി ഒരു പരാതിയും കൂടി ഞാൻ എഴുതിച്ചിട്ട് തിരൂർ കൊണ്ടു കൊടുത്ത്. ഇവിടെ അന്ന് ബെന്നി ആയിരുന്നു DSP. ബെന്നി സാറിന് കൊടുത്തപ്പോൾ ബെന്നി സാറ് ഇതൊക്കെ വായിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ് ഒന്നും അങ്ങോട്ട് മാർക്കിക്കുക ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അതിന് എന്നാൽ പറയുകയെന്ന് പറഞ്ഞപ്പോൾ പറയുമ്പോൾ ചിരിച്ചപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞു അത് തേന് പോണ സാധനമൊന്നുമല്ലല്ലോ, അത് അവിടെ തന്നെ കിടക്കല്ലേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എങ്ങനെയാണോ സാറെ പറയണമെന്ന് പറഞ്ഞപ്പോൾ അത് തമാശ ചുമ്മാ പറഞ്ഞാന്ന് പറഞ്ഞു. അങ്ങനെ ചിരിച്ച് ഞാൻ അത് ശരി ഞാൻ നോക്കിക്കൊണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇതിനെ പറ്റിയിട്ട് ഒരു ഇതുമില്ല, അവർ നോക്കിയില്ല, പിടിച്ചില്ല, ഒന്നുമില്ല. അങ്ങനെ ദിവസം ഒരു ദിവസത്തേക്ക് DSP കയറിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു 6 മണി 7 മണിൻ്റെ ഉള്ളിൽ സാധാ ഡ്രസ്സിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് സാറേ അത് എൻ്റെ കാര്യം ശരിയായിക്കണം കേട്ടോ, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു വർത്തമാനം. ജ്യൂസൊക്കെ കുടിച്ച് ഞാൻ ജ്യൂസ് മേടിച്ച് ജ്യൂസ് കുടിപ്പിച്ച് സംസാരിച്ചതിന് ശേഷം എൻ്റെ പിടിച്ച് വലിച്ച് അങ്ങനെ. പക്ഷേ ഞാൻ വാങ്ങി കൊടുത്തിട്ടില്ല. അവൻ്റെ ഇതിന് ഒരു ഉമ്മ വെച്ച് പോയി എന്തായാലും ശരിയാക്കി തരാമെന്ന് പറഞ്ഞിങ്ങനെ പോയി. പിന്നെ അതിനെ പറ്റിയിട്ടൊന്നുമില്ല. അങ്ങനെ ആയി. പിന്നെ 2-3 മാസം ഞാൻ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ വിളിക്കുന്നുണ്ട്, ശരിയാവാം അവർ അന്വേഷിക്കാൻ വന്നിട്ടും ഒരു തെരുമാലും കിട്ടിയില്ല. അങ്ങനെ SP ഞാൻ ഒരു പരാതി ഇട്ട് പോയി. 3 വട്ടം ഞാൻ SP ഓഫീസിൽ കയറി ഇറങ്ങി. എന്നിട്ടും ഇതില്ല. അപ്പം SP പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ നിൽക്കുന്ന എൻ്റെ റൂമിലേക്ക് വായോന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ 2 ബന്ധപ്പെട്ട് ഇതാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം എന്നോട് പറഞ്ഞ് എൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നു. പിന്നെ ഇതിനെ പറ്റിയിട്ടൊന്നും സാറേ ഒരു നീതിയും കിട്ടിയില്ല. എൻ്റെ വീടും ശരിയായില്ല, വിനോദ് ചെയ്തതും ശരിയായില്ല, ഒന്നും എനിക്കൊരു നീതി കിട്ടിയില്ല. ഇവരിൻ്റെ മുതലാക്കി 3 ആളും കൂടിയിട്ട് 3 ആളും കൂടി എൻ്റെ മുതലാക്കി എടുത്തവർ. SP എന്നോട് പറഞ്ഞ് എൻ്റെ കാര്യം ശരിയാക്കി തരാം, അങ്ങനെ ആക്കിത്തരാം, ഇങ്ങനെ ആക്കി. അപ്പോൾ അങ്ങനെ പിന്നെ അന്നേ ഒരു ദിവസം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് എടീ ഇങ്ങനെ എൻ്റെ പൈസൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ എനിക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് വെച്ചാൽ അവനായോടെ ഹോസ്പിറ്റലിലാന്ന് തന്നെ. എന്നാൽ എൻ്റെ പൈസ എൻ്റെ ട്രാൻസ്ഫർ ആക്കിത്തരാം
എനിക്ക് ഇഷ്ടമുള്ള പൈസ എടുത്തു, എനിക്ക് ആവശ്യമുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട സാറേ, എനിക്ക് പേടിയാണ്, ഇതിനെ പറ്റിക്ക് ഒന്നും അറിയില്ല എന്നറിഞ്ഞ്. അപ്പോൾ എത്ര രൂപ ഒരു സംഖ്യ ഉണ്ടെന്ന് അറിഞ്ഞ്, അതിൻ്റെ അവർ ചെക്ക് ചെയ്താൽ അറിയുമെന്ന് അറിഞ്ഞ്. എൻ്റെ എനിക്ക് വിശ്വാസമുള്ളതെന്ന് പറഞ്ഞു. ഞാൻ ഇല്ലില്ല, ഞാൻ എനിക്ക് പേടിയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് നിർബന്ധിച്ചില്ല. പിന്നെ അയാൾ നിർബന്ധിച്ചില്ല, ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. അവരെ ക്യാമ്പ് ഓഫീസിൽ നിന്ന്, അയാളെ ഓഫീസിൽ നിന്ന് ഞാൻ ചെരുപ്പ് പിന്നെ സിറ്റ് ഔട്ട് ഇട്ടപ്പോൾ അയാൾ ചെരുപ്പ് അറിയാതെ വന്ന് പോയിട്ട് എടുത്തുടന്നു. പിന്നെ ആരെങ്കിലും പെട്ടെന്ന് ചെരുപ്പ് കാണണ്ടാന്ന് വെച്ചാൽ അയാളെ റൂമിൽ കൊടുത്തിട്ടും ചെരുപ്പ്. എന്നിട്ട് ഒരു 1:30 മണി തൊട്ടിട്ട് ഒരു 4:30 മണി വരെ എൻ്റെ ഉപദ്രവിച്ചിരിക്കുന്നു. 4:30 മണി വരെ. അത് പിന്നെ അയാൾ ഫുള്ള് വെള്ളത്തിൽ. അത് ഇൻ്റോട് വെള്ളം കുടിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞങ്ങൾ മുസ്ലിം കുടിക്കൂല എന്ന് പറഞ്ഞപ്പോൾ കുടിച്ച ഒന്നല്ല, വിറ്റാമിയാണ്, പെണ്ണുങ്ങൾക്കുള്ള വീറാണ്, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു തരി പോലും ചുണ്ടും വെച്ചിട്ടില്ല. ഞാൻ പിന്നെ വേണ്ടെങ്കിൽ എന്തിൻ്റെ ഇതാക്കുക, അതുവേ നീ പുറത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പുറലോകമില്ല, എൻ്റെ 2 മക്കൾക്ക് ഉമ്മ ഇല്ലാതാക്കും ഞാൻ. പിന്നെ മുഖ്യമന്ത്രിനെ അറിയാൽ എൻ്റെ അങ്കിളാണ് സ്വന്തം. ഞാൻ പറഞ്ഞതിൽ അപ്പുറം ഒന്നുമില്ല ആരും. CI ആയി, SP DSP ആയി, ഈ പിന്നെ SI ആരും എൻ്റെ കീഴിലാണ് ഇവർ ജോലി ചെയ്യണത്. ഞാൻ പറഞ്ഞതിലപ്പുറം അവർ നടക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ശരി ഞാൻ പറയൂല എന്ന് പറഞ്ഞ് എന്നാൽ എൻ്റെ തലയെ കൈ സത്തിട്ട് തലയെ കൈ സത്തിട്ട് കൊടുത്ത് പേടിച്ചിട്ട് ഞാൻ പിന്നെ അത് ആരോടും ഇങ്ങനെ 2-3 ദിവസം എനിക്ക് ഇങ്ങനെ സങ്കടയും വിഷമയൊക്കെ വന്ന് പിന്നെ ഉണ്ട് മറന്ന് ഞാൻ അങ്ങനെ എടുക്ക്. പിന്നെ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും. പിന്നെയും പരാതി പോയാൽ എൻ്റെ ഉപദ്രവിക്കുമല്ലോ ഇഞ്ഞു. അപ്പം അത് കാരണം ആരോട് പരാതി പറയാൻ? പിന്നെ എനിക്ക് ആരോടും ഇയാളോടല്ലേ പരാതി, അയാളാണല്ലോ എൻ്റെ ഉപദ്രവിച്ചത്. പിന്നെയും പോയത് തന്നെയല്ലേ സ്ഥിതി. അത് കാരണം ഞാൻ ആരോടും മിണ്ടിയില്ല. മതി, അതിനെ പറ്റി ചിന്തിച്ചില്ല ഞാൻ. എന്താ ഇങ്ങനൊക്കെ അതൊക്കെ കേട്ടില്ലേ എസ്പിനെ പറ്റിയിട്ടൊക്കെ. അപ്പം എനിക്ക് പറയാൻ തോന്നി, എനിക്ക് MLA ഒന്ന് കാണാൻ നിർബന്ധമാണ്. MLA കുറച്ച് കാര്യങ്ങൾ പറയാൻ. ഇനി ഒരു പെണ്ണുങ്ങളെ ഈ പേര് പറഞ്ഞിട്ട് ഉപദ്രവിക്കരുത് ഇവരാരും. നമ്മളാകെ ആശയം തേടണം എന്താ പോലീസുകാരോട്, ഒരാണും തോന്നുമില്ലാത്ത വീട്ടുകാർ. അവരിങ്ങനെ ഉപദ്രവിച്ച പിന്നെ നമ്മൾ ആരോട് പിന്നെ പറയാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇങ്ങനെ പരാതിയിലെ കേസോ നടപടിയോ ഒന്നും ഇല്ലാതിരിക്കുമ്പോഴും പിന്നെയും നിങ്ങളെ ചൂഷണം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് തോന്നുന്നത് എന്താ? ഇപ്പോൾ എന്താ നമ്മളൊന്നുമല്ല, നമ്മളെ പാവങ്ങളായ കാരണം നമ്മളൊന്നുമല്ല. അവരൊക്കെ വലിയ വലിയ ആൾക്കാരെ പിടിപാടൊക്കെ ഉണ്ടല്ലോ. അപ്പം അതോ നമ്മളോടൊന്നും ഇതിനെപ്പറ്റി അവർ ചെയ്യാത്തത്, നമ്മളോട് നമ്മളെ കാര്യം തള്ളിക്കളഞ്ഞത്. അതാ ഞാൻ പറയണം, അവർ വലിയ ആൾക്കാരല്ല. അതാവും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മുഖ്യമന്ത്രിനെ അറിയാം, ഐജിനറിയാം, മിക്കതറിയാം, എല്ലതും അറിയാം. ഇജ്ജ് പുറത്തു ഈ കഥ വിനോദിനെ പറഞ്ഞ പോലെ എൻ്റെ പറയരുതിട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പറയൂല സാറേ എന്നും പറഞ്ഞു. ഞാൻ വാക്ക് കൊടുത്ത് പേടിച്ചിട്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരാതി കൊടുക്കാൻ മാക്ക് കൊടുക്കാൻ ഉദ്ദേശമുണ്ട് എനിക്ക്. ഇതേ ഈ ഉറച്ച് നിൽക്കും ഞാൻ. എനിക്കിതിന് നീതി കിട്ടണം. എനിക്ക് ഇനി ഒരാളെ ഇങ്ങനെ ചെയ്യരുത്, ഒരു പെണ്ണുങ്ങളെ അങ്ങനെ. അവർ വലിയതാണെന്ന് വിചാരിച്ചിട്ട്, നമ്മൾ പാവങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആകെ അവരെ ഒന്നിനും പറ്റാത്ത പോലെയാണ് എൻ്റെ ആക്കി വിട്ടവർ. ഒന്നിനും പറ്റാത്ത പോലെ.